നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. പക്ഷേ നമുക്ക് ഓടിച്ച രണ്ട് സംഭവങ്ങൾ, വളരെ പ്രസക്തമായ യുദ്ധവും മറ്റേ ആ കുട്ടിയുടെ മരണവും, അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്. യുദ്ധത്തിന്റെ അപ്ഡേറ്റ് ഞാൻ തന്നെ പറയാം. ഞാനത് എല്ലാ ദിവസവും അന്താരാഷ്ട്ര നോക്കുന്നതുകൊണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ട്രംപ് ഒരു ഊരാക്കുടുക്കിലാണ്. ഇപ്പം ട്രംപ് ഈ ചർച്ച എന്ന് പറഞ്ഞത് പോലും ഒന്നും നടക്കത്തില്ലെന്നറിയാം, പക്ഷേ കുറച്ച് സമയം കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊന്ന് നീട്ടി കിട്ടുക. അപ്പം ഇതിൻ്റെ അകത്ത് പാകിസ്ഥാൻ ശരിക്കും ഒരു ഡബിൾ ഗെയിം കളിച്ചു. പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവരോട് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ പോയി ഇവർ ആദ്യത്തെ വിഷയത്തിൽ തന്നെ ആണവ സമ്പുഷ്ടീകരണം അതിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം അതിൽ തന്നെ തീർന്നു. ഇതും ഇവർ 21 മണിക്കൂർ ചുമ്മാ പറഞ്ഞത്. കാരണം ആ ചർച്ച വൈകുന്നേരം വെച്ചിരുന്നത്, നമ്മളൊക്കെ ആ ചർച്ച തുടങ്ങാൻ പോകുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഇയാൾ അവിടുന്ന് വിമാനം കയറുന്ന വാൻസ് വിമാനം കയറുന്ന കേൾക്കുന്നത്. ആദ്യത്തേത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, യുറേനിയത്തിന്റെ പരിപാടി. അതിൽ തന്നെ അലസിപ്പിരിഞ്ഞു പോയി. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇനിയുള്ള അവശേഷിക്കുന്ന വിഷയം ഇതെങ്ങനെ പരിഹരിക്കുന്നതാണ്. എന്നാൽ ആകെപ്പാടെയുള്ള ഒരു സാധ്യത ട്രംപിന്റെ മുമ്പിൽ മാനം രക്ഷിക്കാനുള്ള ഏക വഴി, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് കംപ്ലീറ്റ് ലോകക്രമത്തെ പറ്റി അനുഭവം വിടുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അനുഭവം വിട്ടാൽ ഇറാൻ നശീകരിക്കുമെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അയൽ രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കും. പിന്നെ പശ്ചിമേഷ്യ മുഴുവൻ, മൊത്തം ഈവൻ ഇന്ത്യയെ ബാധിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കാർമേഘങ്ങൾ അത് ഇങ്ങോട്ട് വരാം, ഇവിടെ മഴയായി പെയ്യാം, ജലത്തിലൂടെയും വരാം. അപ്പൊ അതുകൊണ്ട് അതല്ലാതൊരു വഴിയും അവരുടെ ഇല്ല. ആ അറ്റകൈ പ്രയോഗത്തിന് പോലും ചിലപ്പം ട്രംപ് തുനിഞ്ഞു. കാരണം ട്രംപ് ഭ്രാന്തനാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, 2ാം ലോകമഹായുദ്ധം ആരംഭിക്കാൻ കാരണം ഹിറ്റ്ലർക്ക് ഭ്രാന്തായിരുന്നതുകൊണ്ട് അയാൾ പോളണ്ടിൽ അധിനിവേശം നടത്തി. അല്ലെങ്കിൽ ഇന്ന് ലോകം എന്ന് പറയുന്നത് ജർമ്മനിയുടെ കയ്യിൽ നിൽക്കേണ്ട. ഈ 2ാം ലോകമഹായുദ്ധം ഇല്ലെങ്കിൽ സ്വാഭാവികമായും ബ്രിട്ടനെ തോൽപ്പിച്ച് ജർമ്മനി അത്ര ശക്തമായി വരിക. സ്വാഭാവികമായും ലോകത്തെ ഏറ്റവും വലിയ ശക്തി രാജ്യമായി. കാരണം സാങ്കേതിക വിദ്യയിലെ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തൊന്നും ബ്രിട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജർമ്മനിയുടെ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടൻ്റെ അകത്ത് കയറി എല്ലാം അടിച്ച് നിരപ്പാക്കി പോയപ്പോൾ അനങ്ങാൻ പറ്റുന്നില്ല. സുശക്തമായ സൈനിക നീക്കമായിരുന്നല്ലോ, ഭയങ്കര. അപ്പൊ അത് അന്ന് തുടങ്ങി. പിന്നെ ഇവരെല്ലാം ഓർക്കണം, സോവിയറ്റ് യൂണിയനും USSRും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടാണ് എത്രയോ ലക്ഷം പേരുടെ ജീവൻ ഒടുക്കിയിട്ടാണ് ഈ അയാളെ ഹിറ്റ്ലറെ തുരത്തിയത്. അപ്പൊ അതേപോലെയുള്ള ഒരു ഭ്രാന്ത് ഇയാൾക്കുണ്ടാകുന്നു തോന്നുന്നു. ഇയാൾക്കുണ്ട്. അടുത്ത ഈ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞ പോലെ അടുത്ത ലോക നശീകരണത്തിന് കാരണം ഇയാളെ ആയിക്കൊടുത്തു. അപ്പൊ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ്. എങ്ങനെ പരിഹരിക്കുന്ന ആർക്കൊരു പിടിയില്ല. GCC രാജ്യങ്ങളെ ബാധിക്കും, റഷ്യയും ചൈനയും. എണ്ണയെ ബാധിക്കും. എണ്ണവില, പാചകവാതകത്തിന്റെ വിലയല്ല. കാരണം ഹോർമൂസ് അവർ അടച്ചെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഹോർമൂസ് നേരത്തെ തന്നെ ഇവരുടെ കൺട്രോളിലായിരുന്നു. അപ്പൊ ഇന്ന് ഏറ്റവും കൂടി വന്നിരിക്കുന്ന വാർത്ത, നമ്മുടെ ഈ വീഡിയോ ഒക്കെ, നമ്മുടെ ഈ വാർത്ത വന്നൊരു 3-4 മണിക്കൂറിനകം ഇവരിത് അടച്ചുപൂട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ അടച്ചുപൂട്ടുന്ന അവർ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞത് അമേരിക്ക. പാകിസ്ഥാന്റെ ഒരു എണ്ണക്കപ്പൽ അവിടെ വരെ ചെന്ന് പകുതി വഴി എന്നിട്ട് തിരിച്ചുവിട്ടു. കാരണം അതുവരെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇറാന്റെ അനുമതി ചോദിക്കുന്ന ഇറാന്റെ ശത്രു രാജ്യങ്ങളല്ലാത്തവർക്ക് കൊണ്ടുവരായിരുന്നു. ഉദാഹരണത്തിന് നമുക്ക് കൊണ്ടുവരാം, പാകിസ്ഥാൻ കൊണ്ടുവരാം. 2 രാജ്യങ്ങൾ അവർ ശത്രു രാജ്യങ്ങളല്ല. അപ്പം ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചില്ല. അമേരിക്ക ഒരുത്തരും കൊണ്ടുപോകണ്ട, അത്രേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പൂട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഡേഞ്ചറാണ്. ഞാൻ CIA റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. CIA പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ഹോർമൂസ് കടലിൻ്റെ അകത്ത് സ്ഥാപിച്ചിരിക്കുന്ന മൈനുകളുണ്ട്. ഈ മൈനുകൾ നിർവീര്യമാക്കാൻ ശ്രമം പൊളിഞ്ഞുപോയി. അമേരിക്ക ശ്രമിച്ചിരുന്നു, ഇറാന് പോലും അറിയത്തില്ല. അപ്പൊ അത് കൃത്യമായി ഈ സാധനം വർക്കൗട്ട് ചെയ്താൽ കപ്പൽ മുക്കിക്കളയും. അതുകൊണ്ട് ഇത് വളരെ ഡേഞ്ചറായിട്ട് നീക്കണം. അതും ട്രംപ് ചെയ്യും ഞാൻ വിശ്വസിക്കുന്നില്ല. 2 പടക്കപ്പലുകൾ പോയെന്നാ പറഞ്ഞത് ഇത് നീക്കം ചെയ്യാനായിട്ട്. പക്ഷെ നടക്കത്തില്ല. അവർക്കറിയത്തില്ല, ഇട്ടവർക്കറിയത്തില്ല ഇത് എവിടെയാണ്. അപ്പൊ അത്ര ഭയാനക ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ഇതേക്കുറിച്ച്, അതുകൊണ്ടാണ് എണ്ണ വില കൂടി 100 കഴിഞ്ഞ് വീണ്ടും. എന്തായാലും ലോക യുദ്ധം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പരിഹാരം ഉടനെ ഉണ്ടാവുന്ന ലക്ഷണം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇയാളുടെ കഥ പറയും. ആ കൊച്ചിന് നിതിൻ രാജ് എന്ന് പറയുന്നത് മറ്റേ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ അഞ്ചരക്കണി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയാണ്. ഇത് 2 രീതിയിൽ പറയുന്നുണ്ട്. ഈ പയ്യൻ ഇവിടുത്തുകാരനാണ്, തിരുവനന്തപുരം, ഇവിടെ നെടുമങ്ങാടുകാരനാണ്. നമ്മുടെ രാജ്മോഹൻ ചേട്ടൻ്റെ വീടിന്റെ അടുത്തുള്ള സിദ്ധാർത്ഥം എടുത്തുകാരനാണ്. സിദ്ധാർത്ഥ ഇവിടെ തന്നെ പൂക്കോട് പഠിച്ചു. അപ്പൊ ഇത് ഈ പയ്യന് ലോൺ ആപ്പിൽ നിന്ന് 14,000 രൂപ എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇതിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ അതിലൊരു അധ്യാപികയുടെ നമ്പർ ഉണ്ടായിരുന്നു. അത് ലോൺ ആപ്പിന്റെ ഒരു പ്രവർത്തനം. നമ്മളൊരു ലോൺ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആക്സസ് എല്ലാം അവർക്ക് തുറന്നു കൊടുക്കണം. അവർ ആക്സസ് നമ്മളോട് ചോദിക്കും. അത് അലോ ചെയ്തെങ്കിൽ മാത്രമേ ലോൺ ആപ്പ് വർക്ക് ചെയ്യൂ.
അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആക്സസിൽ ആദ്യത്തെ കോൺടാക്ട്സ് ആണ്. ആക്സസ് നമ്മുടെ മൊബൈൽ ആക്സസ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഏത് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലും നമ്മളോട് അതിന് ആക്സസ് ചെയ്യാൻ അനുമതി ചോദിക്കും, കോൺടാക്ട്സ് ചോദിക്കും, ഗാലറി ചോദിക്കും. ഇവർ രണ്ടും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ചോദിച്ച് നമ്മളത് ആക്സസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ ആപ്പിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ഇവർ നമ്മുടെ ഡാറ്റ എടുക്കും. നമ്മൾ ഈ യെസ് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഡാറ്റ ഇവരെടുക്കും. ലൊക്കേഷനും കോൺടാക്ട്സും ഗാലറിയിലുള്ള ഫോട്ടോസും എടുക്കും. അപ്പോഴേ അവർ ആക്സസ് ചെയ്ത് അവർ സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ പ്രോസസ്സിങ്. ആ പ്രോസസ്സിങ് അങ്ങോട്ട് കഴിഞ്ഞ് ഈ പൈസ നമുക്ക് അപ്പം തന്നെ ഒരു പൈസ തരും. പൈസ തന്നു കഴിഞ്ഞ് ഇത്ര കാലാവധി, എനിക്ക് ഒന്ന് 2% പലിശയും 24% വാർഷിക പലിശയാണ്. അതായത് ഒരു മാസം 2% പലിശ, വാർഷിക പലിശ വരുമ്പോൾ 24%. അങ്ങനെയാണ് ഇത് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എടുത്ത ആൾ ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ അവരാദ്യം പൈസ ചോദിക്കും. തിരിച്ചടയ്ക്കാൻ നമ്മൾ വൈകിയാൽ പതുക്കെ നമ്മുടെ ഈ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഇതിന് എഗ്രിമെന്റ് ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. അതാണ് അതിനകത്ത് വേറൊരു രസം കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഈ കോൺടാക്ട്സിലേക്ക് ഇത് കടക്കുന്നു. ഇവർ നമ്മുടെ കോൺടാക്ട്സ് കൊള്ളാമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇവർ നമ്മളെക്കുറിച്ചുള്ള വിഷയം വാട്സപ്പിൽ അയക്കും. അതായത് കാശ് തരാനുണ്ടെന്ന് പറഞ്ഞു, ഇന്ന് അവൻ കാശ് തരാനുണ്ട്, നിങ്ങളുടെ പേരാണ് അവൻ ജാമ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരാണെങ്കിൽ അത് ഭയന്നു പോകും. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല, എൻ്റെ കോൺടാക്ട് എങ്ങനെ അയാളുടെ കയ്യിൽ വന്നു എന്ന് അറിയില്ല എന്ന് പറയാമെങ്കിൽ ഇവർ നമ്മളിൽ നിന്ന് അങ്ങ് മാറും, എന്നിട്ട് അടുത്ത ആളെ പിടിക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ വന്നിട്ട് അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ പൈസ, എന്നിട്ടും പൈസ അടയ്ക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്യും. സ്ത്രീകളാണെങ്കിൽ നഗ്ന ചിത്രങ്ങൾ മോർഫ് ചെയ്യും, പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തു വിടും. അങ്ങനെ നമ്മളിത് അടയ്ക്കാൻ നിർബന്ധിതരായിത്തീരും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്ന കൂട്ടത്തിൽ ഈ പയ്യൻ്റെ കോൺടാക്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഷൈജു എന്ന് പറഞ്ഞിട്ട്, ഇവർ തിരുവനന്തപുരത്തുകാരൻ. അപ്പോൾ ഒരു ദിവസം നിൽക്കുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പടവും ആധാറും എല്ലാം കൂടെ അയച്ച് എൻ്റെ വാട്സപ്പിൽ നിന്ന്, ഞാനപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇയാൾ നിങ്ങളെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ ജാമ്യം നിർത്തി ഈ ലോൺ ആപ്പിൽ നിന്ന് ഇത്ര രൂപ എടുത്തിട്ട്. അപ്പം ഞാൻ ഈ ഷൈജുവിനെ വിളിച്ചു. അപ്പോൾ ഷൈജു എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ എടുത്തതാണ്, പക്ഷേ ഞാനത് തിരിച്ചൊന്നും അടയ്ക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, അവന്മാർ എന്തെങ്കിലുമൊക്കെ പണി കാണിക്കും, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറ്റി, കുറേ പേരിങ്ങനെ ആത്മഹത്യ ചെയ്തു. ഈ രണ്ടാം ഘട്ടത്തിൽ എന്താ, ഇവരുടെ ഈ നേക്കഡ് ഫോട്ടോസ് വിതരണം പ്രചരിപ്പിക്കുന്നുണ്ടെ ഒരു ലേഡി അടക്കം ആത്മഹത്യ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പരാതികൾ പോലീസിൽ ചെല്ലാതെ. ഇപ്പോൾ പോലീസുകാരെന്ത് ചെയ്യുന്നറിയോ, അവർ പറഞ്ഞു, നിങ്ങളിത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരു രേഖയില്ല, ഇവൻ ഇത്രയും പൈസ തന്നപ്പോൾ ഇവൻ ഉടായിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കെതിരെ ഇങ്ങനെ കുറേ ചിത്രങ്ങൾ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൂടെ നിങ്ങളൊരു മുന്നറിയിപ്പ് ഇട്ടേക്കുക, ഇവന്മാർ പൈസ വയ്ക്കില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് ലോൺ കൊടുത്തവർ തിരിച്ചടയ്ക്കാതെ വന്നു. ഇവരുടെ പടമൊക്കെ വെച്ച് ഇവന്മാർ പയറ്റി നോക്കി, നടന്നില്ല. അങ്ങനെ ഈ ലോൺ ആപ്പ് സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഇച്ചിരി മങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇത് വന്നിരിക്കുന്നത്, ഈ പയ്യൻ്റെ ആത്മഹത്യ. അത് സ്വാഭാവികമാണ്. എന്താ പറയുക, ആ ടീച്ചർക്ക് വിളി എന്നപ്പോൾ അവർ ഭയന്ന് കാണും. അപ്പോൾ അവർ അറിയാതെ എന്നെ ജാമ്യം നിർത്തി, ഞാനറിയാതെ എൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്യുമ്പം അവരുടെ മുമ്പിൽ സ്റ്റുഡൻറ്റ് കുറ്റവാളിയാണ്. അപ്പോൾ അവരതിന് വെച്ചിട്ടായിരിക്കും അവരുടെ പരാതി കൊടുത്തു. സൈബർ പോലീസ് കേസെടുത്തു. അതെ, ഇതാണ് അതിൻ്റെ ഒരു വശം. പക്ഷെ അതൊരു വശം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഗീത എന്നോ മറ്റുമാണ് ആ ടീച്ചറിന്റെ പേര്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരിതിൻ്റെ അകത്ത് ഒരു പരിധി വരെ നിരപരാധിയാണ്. കാരണം അവരെ കുറിച്ച് ഒരു പരാതിയും കുട്ടികൾക്ക്. മറ്റേ റാം എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ കുഴപ്പക്കാരൻ. അയാള് കുട്ടികളെ ആക്രമിക്കാൻ, അപമാനിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ ഒരു വഴി നോക്കിയിരിക്കുന്ന ആളാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് തടി കൂടുതലാണെങ്കിൽ കാട്ടുപോത്തെന്ന് വിളിക്കും, കറുത്ത നിറമാണെങ്കിൽ എന്താണ് കറുത്ത പട്ടി എന്ന് വിളിക്കും, പുഴുത്ത പട്ടി എന്ന് വിളിക്കും. അതൊന്നും ആലോചിക്കണം, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇമാതിരി വേടുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് മറ്റേ ഒരു പെൺകുട്ടിയോട് ചോദിച്ചെന്നാ പറഞ്ഞത്, നിന്റെ കെട്ടിയോ നിന്റെ മുഖത്ത് വല്ലതും നോക്കോടി. അത് ശരി. എന്നിട്ട് അയക്ക് എങ്ങനെയാണെന്ന് ഉറങ്ങാൻ പറ്റും, എന്നാ മുഖമെന്ന് ചോദിച്ചു. ഈ രീതിയിൽ പിള്ളേരെ ഹരാസ് ചെയ്യുന്ന അപ്പം വലിച്ചെറിയും. അപ്പം ഇവനെ ഈ വിഷയം വെളി വന്നു, ഇവൻ്റെ പേര് പരാതി കൊടുത്തോടുകൂടി ഇവനെ അങ്ങ് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു ദിവസം മര്യാദയ്ക്ക് ഇവൻ പറയുന്നുണ്ട്, ആ ഓഡിയോ ക്ലിപ്പിൻ്റെ അകത്ത് ഇവൻ ഒരു ദിവസം മര്യാദയ്ക്ക് ക്ലാസ്സിലിരുന്നപ്പോൾ അവരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവൻ്റെ അമ്മയെക്കുറിച്ച് വരെ മോശം പറഞ്ഞു. നിന്റെ അമ്മയുടെ സർജറി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പല്ലേ, എന്തിൻ്റെ സർജറിയാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. ഇവനങ്ങ് സഖി കേട്ടിട്ട് ഇവനെന്തോ അയാളെ പറഞ്ഞു. അതോടുകൂടി നിന്റെ അപ്പനെ അമ്മയെ അറിയിച്ചാൽ ഒരു സർപ്രൈസ് അറിയിച്ചാൽ നിന്റെ 3 മാർക്ക് ഇപ്പം തന്നെ പോയെന്ന് പറഞ്ഞു, ഇന്റേണൽ മാർക്ക് പോയെന്ന് പറഞ്ഞു. ഇതാണ് വിഷയം ഉണ്ടായി. പിന്നെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി, വിളിപ്പിച്ചു, ചോദിച്ചു, പറഞ്ഞു. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഈ പയ്യന് സഹിക്കാൻ വയ്യാത്ത സമ്മർദ്ദം കൊണ്ട് മരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഈ റാമിനെതിരെയാണ് ഒരുപാട് പരാതികൾ ഒരുപാട് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ആ പരാതികളുടെ തുടർച്ചയായിട്ട് ഇപ്പം വന്നിരിക്കും. അപ്പം പക്ഷേ ഈ കാരണക്കാർ ഇവരായതുകൊണ്ടാണ് ഇവരും വന്നിരിക്കുന്നത്. അത് ഇയാൾ ജാതി പറഞ്ഞെന്നുള്ള കാര്യം അയാളുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് ആരും പറയുന്നില്ല.
ഇവരെ കുറിച്ച്. പക്ഷേ ഇപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ പേരിൽ അവര് കൂടി ഇതിനകത്ത് കുടുങ്ങി ക്രൂശിക്കപ്പെടും. SC അട്രോസിറ്റി ഉണ്ട്, ഈ ആത്മഹത്യ പ്രേരണ ഉണ്ട്, രണ്ടും ജാമ്യ ലാഭമാണ്. അത് അവർ മുങ്ങിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകർ ഇവരൊന്നും സമൂഹത്തിന് എന്ത് മാതൃക ഇവർ കൊടുക്കുന്നു? അല്ലെ ഇവരെന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? അല്ല, അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. ഇത് നിലയ്ക്കുന്നില്ലല്ലോ. ഈ കഴിഞ്ഞ ഒരു 6 മാസമാണോ 1 വർഷത്തിനിടയ്ക്കാണ് പത്തനംതിട്ടയിൽ ചുട്ടിപ്പാറ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഇതുപോലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് വേണ്ടി ചാടി ആത്മഹത്യ. 2017 ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു പയ്യൻ നെഹ്റു കോളേജിൽ നിന്ന് വീണ ഓർമ്മ. പാമ്പാടി അല്ലെ പാലക്കാട് പാമ്പാടി നെഹ്റു കോളേജിൽ പാമ്പാടി, അതായത് നെഹ്റു കോളേജിൽ അവന്റെ പേര് ജിഷ്ണു പ്രണോയ്. അവൻ പിണറായിയുടെ പടം കണി കണ്ടു ഉണരുന്ന പയ്യനായിരുന്നു. അവന്റെ അമ്മയാണ് മഹിമ ഇവിടെ വന്നിട്ട് ആ കേസിന്റെ അടുത്ത് പ്രസംഗിക്കാൻ പോയാണ് ഷാജഹാനും തോക്കുസ്വാമി അകത്ത് പോയത്. തോക്കുസ്വാമി അടുത്ത കടയിൽ നിന്ന് ചായ കുടിക്കുമായിരുന്നു. തോക്കുസ്വാമി അങ്ങനല്ല പോയത്, ഷാജഹാൻ പ്രസംഗിക്കാൻ പോയതാ. അപ്പം തോക്കുസ്വാമി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്കുസ്വാമി മറ്റൊരു കേസ് ജയിലിലായിരുന്നു, ഇറങ്ങി വന്ന, അതായത് എന്തോ പോസ്റ്റ് ഇട്ടതിന്റെ പേര് ജയിലിലായിരുന്നു. അപ്പൊ ജയിലിൽ കിടന്നപ്പം തോക്കുസ്വാമിയുടെ കൂടെ നമ്മുടെ ഈ ജിഷ വധക്കേസിലെ പ്രതിയില്ലേ അമീറുൽ ഇസ്ലാം, അപ്പം ഈ കക്ഷി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇയാള് തോക്കുസ്വാമി സ്വാമിയാണല്ലോ, അപ്പൊ പുള്ളി അവിടെ സെല്ലിലെ വലിയൊരു നേതാവായിട്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇവൻ വളരെ സാധുവാണെന്ന് ബോധ്യപ്പെടുന്നു. അവിടെ ആരുടെയോ എന്തോ കൈമുറിയോ കാൽമുറിയോ കണ്ടിരുന്നു ഇയാൾ ബോധം കെട്ടുവിടുന്നു. ആര്? ഈ അമീർ. അപ്പം തോക്കുസ്വാമി പറഞ്ഞു ഇതിന്റെ, അപ്പൊ അവനുമായിട്ട് സംസാരിച്ചിട്ട് ഇതിന്റെ പിന്നിൽ ഇവനല്ല നിരപരാധിയാണ്, ഈ കാര്യം പറയാൻ DGP വിളിക്കുന്നു. DGP പറഞ്ഞു നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. DGP ഓഫീസിന് മുമ്പിലേ DGP. അപ്പൊ ഇയാൾ കാണാൻ വേണ്ടി അവിടെ വന്ന് ആ DGP ഓഫീസിന് അവിടെ ബഹളമൊക്കെ കണ്ടത് കാരണം പുള്ളി ചായ എടുത്തിട്ട് അവിടെ പോയി പോലീസ് പിടിച്ച് നേരെ കൊണ്ട് ഇയാളെ ഇതിലേക്ക് ഇടുകയായിരുന്നു. ഈ KM ഷാജഹാൻ പോകുന്ന മംഗളത്തിന്റെ ഓഫീസിൽ നിന്നാണ്. കാരണം അന്നാണ് ഈ മംഗളത്തിന്റെ ആദ്യത്തെ വിഷയം ഉണ്ടാകുന്നല്ലോ, മംഗളം ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ ഞാനന്ന് അവിടെ ഡെസ്കിലുണ്ട്. അപ്പൊ ഈ ഷാജഹാൻ ഇവിടെ വന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് പുള്ളി നേരെ അങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഷാജഹാൻ അകത്താണ്. അവിടെ ചെന്ന് വന്ന് ഇത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. DGP ഏറ്റവും രസം തോക്കുസ്വാമി എത്ര നാൾ കിടന്നെന്നറിയോ? തോക്കുസ്വാമി അവരെ ഇറക്കി വിടാൻ ഒരുപാട് താമസിച്ചു. ഇറങ്ങി വന്നിട്ട് തോക്കുസ്വാമി എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരിയാവരുത്. അപ്പൊ എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അയാളുടെ മരണം നമ്മളിതിൽ ചിരിക്കുമ്പോഴും അതിന് ഏറ്റവും സങ്കടകരമായ കാര്യം ആ അപ്പനും അമ്മയ്ക്കും, ലതേ എന്നാണ് അമ്മയുടെ പേര്, രാജൻ എന്നാണ് അപ്പന്റെ പേര്, അവരുടെ വേദന സമാനതകൾ, ആ ദുഃഖം കണ്ടു. അവർ അടക്കിന്റെ സമയത്ത് അവരുടെ അലറി കരഞ്ഞുള്ള അവർ കാരണം ഒന്ന് പാവപ്പെട്ട് വീഴുന്ന ഡോക്ടർ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ അവർ പഠിപ്പിച്ചിട്ട് ഭീകരം. അതായത് ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ജിഷ്ണു പ്രണോയ് മുതൽ ഇതുവരെ 17 കുട്ടികൾ ഇത്തരം രജനീയ സാനന്ദിലാണ് ഇത് തുടങ്ങുന്നത്. ഓർക്കുന്നുണ്ടോ? അത് അടൂർ IHRD കോളേജിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ആ കുട്ടി പക്ഷേ വീട്ടിലെങ്ങാണ്ട് വെച്ച് വീടിന്റെ അവിടെ വെച്ചെങ്ങാണ്ടാണ് അത് സൂയിസൈഡിന് ശ്രമിച്ച ആ കുട്ടി മരിക്കുന്നത്. ഇവർക്ക് ആർക്കും ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇല്ലാത്ത കാശ് കടം മേടിച്ച് പഠിക്കുന്നതാണ്. അതാ. അപ്പൊ ഈ പറയുന്ന ഇവരുടെ അഹങ്കാരമുണ്ട്, ഈ പറയുന്ന സാറുമാരെ സൂപ്പിച്ചിരുന്നില്ലേ, മാനേജ്മെന്റ് സൂപ്പിച്ചിരുന്നില്ലേ. ഈ ഇന്റേണൽ അസസ്മെന്റ് ഒരു വലിയ ഘടകമാണ്. ആ ഇന്റേണൽ അസസ്മെന്റ് ആണ് ഈ പിള്ളേരെ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ ഇത്രയും കുട്ടികൾ, ഇതിന് തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. എന്തുകൊണ്ട് ഇത് ഇവിടെ ഒരു ഘട്ടത്തിൽ അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത്. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇത് വലിച്ചു നീട്ടി പോകണ്ട എന്ന് ഓർത്തോണ്ട് ഞാൻ പ്രധാന വിഷയം നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സവിശേഷത, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9-ാം തീയതി വരെ നമ്മുടെ ചാനലുകളെ, പത്രങ്ങളെ, സോഷ്യൽ മീഡിയ എല്ലാം UDF തോക്കും, LDF അധികാരത്തിൽ വരും എന്ന തരത്തിലേക്ക് മാറിയിരുന്നു. അവരുടെ ഒരു നറേറ്റ്, അതായത് അവരതിനു മുമ്പ് തെരുവ്, നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് തെരുവിൽ പരസ്യം ചെയ്തതുപോലെ തന്നെ, KSRTC പരസ്യം ചെയ്തതുപോലെ തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചാനലുകളുടെ സർവേ അടക്കമാണ് എല്ലാം കൊടുത്ത് LDFനെ കൊണ്ടുവരും. പക്ഷെ ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സർവേ എല്ലാം തന്നെ LDFനെ കഷ്ടി പാസ്സാണ് കൊടുത്തത്, ജസ്റ്റ് പാസ്സായിരുന്നു. അതെ, 72, 74, 75 സർവേ പറയുന്നവർക്കും പേടിയുണ്ട്, അവർക്കും അറിയാം ഇത് കിട്ടില്ല. എല്ലാവരും ജസ്റ്റ് പാസ്സാണ് കൊടുത്തിരുന്നത്. അതെ, അപ്പോൾ തന്നെ ഇവർക്ക് ആത്മവിശ്വാസം ഇല്ലെന്ന് നമുക്കറിയായിരുന്നു. സർവേ അങ്ങോട്ട്, ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, സെബിനേനിയക്കപ്പിനെ പോലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറയുന്ന മേജർ ഇടത് ഹാൻഡിലുകളെല്ലാം വിജയസാധ്യതയില്ല എന്ന് തുറന്നു പറയാൻ തുടങ്ങി. തുറന്നു പറഞ്ഞത് മാത്രമല്ല, ആ ഫുൾ ഫിഗർ കാരണമാണ് ഇത് മൊത്തം. എല്ലാവരും പിണറായി, എന്റെ തല, എന്റെ ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം. ഓർക്കണം, എനിക്കതിൽ അഭിമാനം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ 5-8 വർഷം നടത്തിയ പോരാട്ടം, നമ്മൾ നടത്തിയ പോരാട്ടം, ഈ പോരാട്ടത്തിൽ ഞാൻ അന്നും ഇന്നും പറഞ്ഞിരുന്നു, നമ്മൾ CPM വിരുദ്ധമല്ല, പിണറായിസത്തിനെതിരാണ്. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും, നമുക്ക് കോൺഗ്രസിനോടോ BJPയോടോ CPMനോടോ വിരോധമില്ല. നമുക്ക് പിണറായി CPMനെ ഹൈജാക്ക് ചെയ്ത്
തൻ്റെതായ രീതിയിൽ മാറ്റിയ ധാർഷ്ട്യത്തിൽ കലർത്തി, അഴിമതിയിൽ കലർത്തി, സ്വജനപക്ഷപാതം കലർത്തി ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയ പിണറായി വിജയനോടുള്ള വിരോധം അത് ഇപ്പോൾ സഖാക്കൾ പറഞ്ഞു. ഇതിനു മുമ്പ് തന്നെ സൊസൈറ്റി ഏറ്റെടുത്തത് അല്ല, ഇപ്പോൾ തന്നെ TK ഗോവിന്ദനും സുധാകരനും കുഞ്ഞികൃഷ്ണനും എല്ലാവരും അംഗീകരിച്ചു. അതിൽ ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കാത്ത 2 പേര് പിണറായി അൻവറിനെയും ശശിയെയും. ശശി ഇപ്പം എനിക്ക് വ്യക്തിപരമായി ശശിയുമായിട്ട് ഒരു പ്രശ്നമില്ല, ഞങ്ങളത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ശശിയുടെ പേരിൽ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തീവ്രത കുറഞ്ഞ പീഡനം. അങ്ങനെ തീവ്രത കുറഞ്ഞ പീഡനം പറഞ്ഞ് ശശിയെ നമ്മൾ ചീത്ത വിളിച്ചിട്ട് ശശി UDF-കാരനാകുമ്പം ശശിക്ക് മഹത്വം പറയാൻ എന്നെ കിട്ടില്ല. അത് നമുക്ക് സാധിക്കത്തില്ല, അത് പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഏറ്റവും ആദ്യം പിണറായി വിരുദ്ധ വികാരമാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മളാ പറയുന്നത്. അതെ, കാരണം എന്താണ്? ഞങ്ങൾ ഫീൽഡിൽ നിന്ന് വന്ന ഫീഡ്ബാക്ക് ആണ്. മനസ്സിലായി. ഞാൻ പറഞ്ഞു ഓർക്കുന്നത് ആദ്യത്തെ ദിവസം സർവേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ വികാരം. ആ പദം നമ്മൾ പ്രയോഗിച്ചത് നമ്മൾ തന്നെയാണ്. അതെ, ഇപ്പോഴാണ് ഇത് ഇവർക്ക് പറയാൻ ധൈര്യമായത്. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നേ ഉള്ളൂ. കാരണം യഥാർത്ഥ പൾസ് അറിഞ്ഞാണ് നമ്മൾ ഇതിനകത്ത് രംഗത്ത്. സർവേയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനൽ സർവേ കണ്ടു. നമുക്ക് ചിരിച്ച് നമ്മുടെ മണ്ണ് കപ്പ് കേട്ടോ. മറ്റേ UDF അല്ല NDAക്ക് ഒരു 10 സീറ്റ് മുതൽ 30 സീറ്റ് കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഭയങ്കര രസമാണ് സർവേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ഫിഗർ, ഒരു ഗ്രാഫ് പോലും കാണിക്കുന്നില്ല. അപ്പം നമ്മളോ ഫീൽഡിൽ പോയി ആളുകളെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇവർ സർവേ എന്ന് പറഞ്ഞ് ചുമ്മാ തട്ടിക്കൂട്ടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഫോണിൽ വിളിച്ചെന്നൊക്കെ പറഞ്ഞു. ഫോണിൽ വിളിച്ച് എങ്ങനെ സർവേ എടുക്കാം? സർവേ ഇപ്പം നമ്മൾ സെൻസസ് എടുക്കുന്നു, ഫോണിൽ വിളിച്ച് സെൻസസ് എടുക്കാം. അല്ല, ഇത് നേരിട്ട് കണ്ടാൽ തന്നെ ആളുകൾക്ക് അറിയാം. നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് ആളുകളെ. അല്ലേ, അവരുടെ ഭയം എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ തൃപ്പൂണിത്തറ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അച്ഛനും മകളും, ഈ അച്ഛൻ വന്ന് ഞങ്ങളോട് ചൂടാകുക, നിങ്ങളെ വാലറ്റ് വെട്ടി കാണിച്ചു. അപ്പോൾ അതിൻ്റെ മേലിവശം കുറച്ച് കീറി, നിങ്ങൾ ഈ കീറി വെച്ച വാലറ്റ് വെട്ടി കൊണ്ട് നിങ്ങൾ ആരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, ജസ്റ്റിന് ആ വരണ്ടു പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങൾക്ക് ഈ സാധനം ഇതിനകത്തുനിന്ന് തിരിച്ചെടുക്കണ്ടേ? ഞങ്ങൾ ഓരോ ദിവസവും ഇത് നടത്തുന്ന എൻ്റെ ഓരോ മണ്ഡലം കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഈ പിന്നെ ബാലറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് അടുത്ത അപ്പം ഇത് നേരെ എടുക്കണമെങ്കിൽ നമുക്ക് കവണയൊന്നും വിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളത് കൈ കയറ്റി എടുക്കുന്നത് ഇങ്ങോട്ട്. അല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ എന്തൊക്കെയോ ഗൂഢാലോചന നിങ്ങൾ. എന്നിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ഈ പെട്ടിക്കകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഇതിപ്പോൾ ഞാനിടുക, ഞാൻ അങ്ങോട്ട് പോകുന്ന പറയാം, നിങ്ങൾ ഇത് എടുത്ത് നോക്കിയിട്ട് ഇത് ഞാൻ ചെയ്ത് ഇന്ന പാർട്ടിക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കത്തില്ലേ? അത് ഞങ്ങളുടെ സത്യമാണ്, അയാളുടെ ആശങ്ക സത്യമാണ്. പക്ഷേ നമുക്ക് അയാൾ ആരാണെന്ന് അറിയില്ല, പേര് ചോദിക്കുന്നില്ല, അത് ഏത് വീടാണെന്ന് അറിയില്ല, ഏത് പ്രദേശമാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ സഹകരിച്ചില്ലേ? അയാൾ സഹകരിച്ചു. അതേസമയം തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങൾ ഇരുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്ന് അവിടെ ഒരു അച്ഛനും അമ്മയും മകളും ഉണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് ഇത് ഇന്നതാണ് 3 പേരും മേടിച്ച് പൂരിപ്പിച്ച് അവർ നോക്കുമ്പോൾ പെട്ടിക്കകത്തൊന്നുമില്ല. അവരിട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത ഇന്ന പാർട്ടിക്കാണ്, ഞങ്ങൾ അങ്ങ് പറയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്നാൽ ഒരു ബൈറ്റ് എടുക്കട്ടെ. അല്ല, അത് വേണ്ട, പക്ഷെ ഞങ്ങൾ ഇന്ന പാർട്ടിക്കാർ, ഞങ്ങൾ ഇത്രയും നാളും വേറൊരു പാർട്ടിക്കായതുകൊണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്കാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് കൂടുതൽ. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ പൾസ് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കിട്ടിയ പിണറായി വിരുദ്ധ വികാരം വന്നത്. ഞാൻ ഇന്ന് അതിനുശേഷം ഒരുപാട് വിലയിരുത്തലുകൾ വന്നു പല. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇടത് ഹാൻഡിലുകളുടെ മാറ്റം പോലെ തന്നെ ഈ ഒരുപാട് നല്ല റിപ്പോർട്ടർ ചാനൽ ഒഴി എല്ലാ ചാനലും പതിയെ കളം വിട്ടു. ന്യൂസ് 24 അവർ മാറത്തില്ല. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അവർ CPM-ന്റെ ആ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. എനിക്കൊന്ന് പെയ്ഡ് ആണെന്ന് തോന്നുന്നു. ആവാം, നമുക്കാണ് നമ്മൾ തർപ്പിച്ച് പറയേണ്ട, നമുക്കറിയാം, നമ്മൾ അവിടെ അക്കൗണ്ട് കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് പെയ്ഡ് ആവാം. പക്ഷേ സാധാരണ മനുഷ്യർ മുഴുവൻ ഈ ലൈനിൽ നിന്ന് മാറുന്നുണ്ട്. ഈ ലൈനിൽ നിന്ന് മാറി ഈ UDF എന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഒരുപാട് വിലയിരുത്തലുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും കറക്റ്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നുന്നതും ടോണി തോമസിൻ്റെതാണ്. ടോണി തോമസിനെ അറിയാമോ? അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോകത്തെ ഒട്ടുമിക്ക മൾട്ടിനാഷണൽ കമ്പനിയുടെ ടോപ്പ് പദവിയിലെത്തിയ ഒരാളാണ് ടോണി തോമസ്. ഇപ്പം നിസാന്റെ ആഗോള ജപ്പാൻ നിസാൻ ഉണ്ടല്ലോ, അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ വോഡോഫോണിന്റെ ആഗോള ടോപ്പായിരുന്നു, ലോകം കണ്ട ആളാണ്. അതുപോലെ തന്നെ മറ്റേ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സിറ്റി ബാങ്കിൽ ഇതിന്റെ എല്ലാം ടോപ്പ് ഓഫീസർ ആയിരുന്ന ഒരാളാണ്. അത് ശരി. അപ്പൊ അങ്ങനെ മൾട്ടി ലെവൽ വലിയ കമ്പനിയുടെ CEO ലെവലിൽ ഇരുന്ന കേരളത്തിലെ അപൂർവ ആളുകൾ ഒരാളാണ് ഈ ടോണി തോമസ്, പാലക്കാരനാണ്. അപ്പൊ ഈ ടോണി വിശാലമായിട്ട് ഒരു പ്രോബബിൾ അനാലിസിസ് പറഞ്ഞ സാധനം ചെയ്തു. അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ രസമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് നോക്കി. ഒന്ന് സർവേകൾ, ഈ പ്രീപോൾ സർവേകൾ നമ്മുടേതടക്കം. 2 ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ കുറെ കാലത്തെ റിസൾട്ട്, അതിന്റെ ടോണ്, നിയമസഭയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം, SIR വന്നതിന് ശേഷം പോളിംഗിന്റെ മാറ്റം,
സോഷ്യൽ മീഡിയ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇയാൾ ശാസ്ത്രീയമായിട്ട് ഒരു ഡാറ്റയാക്കി, ഒരു സയന്റിഫിക് ഡാറ്റ ആക്കിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു സംഗതി അത് എന്നെ അത്ഭുതപ്പെടുത്തി. SIR-ന് ശേഷം ഇവിടെ നമ്മളൊരു ഇത് വന്നല്ലോ, വോട്ടേഴ്സ്, എന്നിട്ടും 12.5 ലക്ഷം വോട്ട് കൂടുതലുണ്ട്. അതായത് അതിന് പ്രശ്നം വെച്ചാൽ 40 മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞു, 110 മണ്ഡലങ്ങളിൽ വോട്ട് കൂടി. അപ്പൊ ഈ കൂടിയ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മലബാറിലെ മണ്ഡലങ്ങളാണ്. അത് തന്നെ സെയിം. അപ്പൊ 110 മണ്ഡലങ്ങൾ വോട്ട് കൂടി, അവിടെയെല്ലാം പോളിംഗ് കൂടുതലാണ്. കറക്റ്റ്. അത് തന്നെയാണ് മുമ്പേ നമ്മുടെ MS വേണുഗോപാൽ ഇത് തന്നെയാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ചാനലിലുണ്ട് അദ്ദേഹത്തിന്റെ വലിയ ടൈമാണ്. അവിടെ എല്ലാം കൂടി. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരു തരംഗം ഉണ്ടാവും. അതായത് നമ്മൾ പറയുന്ന മലപ്പുറത്ത് 16 കിട്ടും. അത് 80% മേൽ പോളിംഗ് നടന്ന മണ്ഡലങ്ങളാണ്. അതാ. അപ്പം ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് CPM-ന് ഒരുപാട് സ്വാധീനമുണ്ട്. ഈ ഒരു ടോൺ വെച്ച് നോക്കിയാൽ അവിടെ ഒക്കെ കൂടാം. ഇനി കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം വരുന്നു. അതെ. ആ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇടുക്കി ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും പോളിംഗ് കുറഞ്ഞു. ഈ 10,000 മുതൽ, അതായത് ഇദ്ദേഹം പറയുന്നത് 8,000-നും 15,000-നും ഇടയിൽ വോട്ട് ഈ മിക്ക മണ്ഡലത്തിലും കുറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അതായത് SIR-ൽ ഔട്ടായിട്ടുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു, പീരുമേടും ഉടുമ്പൻചോലയിലും ദേവികുളത്തും ഒക്കെ തോട്ടം തൊഴിലാളികളുടെ ഡബിളിംഗ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ ഇത് ഔട്ടായി. ഇത് ആരുടെ വോട്ടാ പോകുന്നത്? ഇടതുമുന്നണിയുടെ വോട്ടാ പോകുന്നത്. അവര് ചേർത്തിരിക്കുന്ന വോട്ടാണ് പോകുന്നത്. അപ്പം ഈ കുറഞ്ഞിടത്തൊക്കെ അത്രയും വലിയ വോട്ടിന്റെ കുറവ് വരുമ്പോൾ ഇവരുടെയൊക്കെ ഭൂരിപക്ഷം, ഈ 30,000 വോട്ട് കൂടുതലുണ്ടായിരുന്ന ഉടുമ്പൻചോലയിൽ കുറേ 15,000 വോട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ അത് പോയി, തീർന്നു. അപ്പൊ അങ്ങനെ ഒരു ചലനവും UDF-ന് അനുകൂലമാണ്. അതേസമയം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി ത്രികോണ മത്സരമുണ്ട്. ത്രികോണ മത്സരം വട്ടിയൂർക്കാവ് പോലെ പറഞ്ഞാൽ വലിയ തോതിൽ കുറഞ്ഞു. ഈ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത് ക്ഷീണം BJP-ക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, അവർ പല സ്ഥലത്തും നിയമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കണക്ക് ഫുള്ളി പരിശോധിച്ച് ഈ പറയുന്ന, പിന്നെ അതുപോലെ 95 മുതൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതെ, അത് അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. അതേസമയം 87-ൽ എന്ത് സംഭവിച്ചത്? 87-ൽ ഈ നായനാർ സർക്കാരാണല്ലോ. നായനാർ സർക്കാർ അന്ന് പിന്നെ 91-ൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ജില്ലാ കൗൺസിൽ. അപ്പൊ ജില്ലാ പഞ്ചായത്തല്ല, അന്ന് ശരിക്കും ത്രിതല പഞ്ചായത്ത് വന്നിട്ടില്ല. അപ്പൊ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം തൂത്തുവാരി എടുക്കുകയാണ്. ഒരെണ്ണം ഒഴിച്ച് ബാക്കി മൊത്തം അവർക്ക്, ഏതോ ഒരു ജില്ല ഒഴിച്ച് ബാക്കി മലപ്പുറം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നായനാർ എന്ത് ചെയ്തു? അപ്പോൾ അന്ന് നോർത്ത് സംസ്ഥാനങ്ങളിൽ പിന്നെ അന്ന് എനിക്കൊന്ന് തമിഴ്നാട്ടിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിനൊപ്പം പിന്നെ വടക്ക് സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. ഇദ്ദേഹം വിചാരിച്ചു ഈ സമയത്ത് ഇങ്ങനെ നമ്മൾ കത്തി നിൽക്കുന്ന ഈ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കിട്ടിയ ഈ ഭൂരിപക്ഷം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു നിയമസഭാ ഇലക്ഷൻ നടന്ന ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതി ഇദ്ദേഹം നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അത് അങ്ങനെ നടക്കുന്നു. അപ്പോൾ നോക്കിക്കോണം, 91-ൽ ശ്രീപെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി മരിക്കുന്നു. അതിനുശേഷമാണ് ഇവർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്ത് സംഭവം? തെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കുന്നു, വീണ്ടും നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് 91-ൽ UDF അധികാരത്തിൽ വരുന്നത്. പക്ഷേ അപ്പോൾ വേറെ കാര്യമുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് കഷ്ടിച്ച് അധികാരത്തിൽ വരുന്നത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ തരംഗം കേന്ദ്രത്തിൽ കിട്ടിയില്ല. കോയിലേഷൻ സർക്കാരാണ് വരുന്നത്. അന്ന് 283 സീറ്റ് എങ്ങാണ്ടാണ് അന്ന് അന്ന് NDA അല്ലല്ലോ, അന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ഇല്ലായിരുന്നു. 265 അങ്ങനെ സംതിങ് ഉണ്ട്. അതിന്റെ ബാക്കി ഇവർ ഈ ചെറിയ മുന്നണി എല്ലാം കൂടെ കൂട്ടുപിടിച്ച് കരുണാകരന്റെ ഒറ്റ മിടുക്കൊണ്ടാണ് അന്ന് ആ സർക്കാർ നിലനിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊഴിച്ചാൽ അതിനുശേഷം നമ്മൾ നോക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കാണുന്നൊരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിക്കുന്നത് അതിന്റെ ആവർത്തനം. അതായത് അന്നുണ്ടാവുന്ന ആ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളുടെ വികാരം അത് തുടരും. അത് വെച്ച് നോക്കുമ്പോൾ ഈ 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട്. ആ തരംഗം അതേപടി തുടരും. അപ്പൊ ജനങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു സർക്കാരിന് വേണ്ട. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകൾ, അത് മാത്രമല്ല, അത് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യമാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒറ്റ തെരഞ്ഞെടുപ്പുകളിലും CPM ഇടതു മുന്നണി ജയിച്ചിട്ടില്ല, ചേലക്കര ഒഴികെ. അതിനകത്തൊരു കാര്യമുള്ളത്, ബാക്കി നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ബാക്കി മൊത്തം ഭൂരിപക്ഷം കൂടി. അതായത് 8,000 വോട്ടിനെങ്ങാണ്ടാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചത്, അവിടെയാണ് 35,000 വോട്ടിന് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. അതുപോലെ തൃക്കാക്കര ഉമാ തോമസ് ജയിക്കുന്നത്
PT തോമസ് 9,000 സംതിങ് 12,000 അതിന് 25,000 ആയിട്ട് മാറി. അങ്ങനെ ഓരോ പാലക്കാട് 5,000 എന്നുള്ളത് 19,000 ആയി, 17,000 ആയി. അപ്പം അത്ര ഇങ്ങനെ കൂടി വന്നു. അപ്പൊ നമ്മളത് പുറകോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട്. ജനങ്ങൾ അതിനൊരു അവസരം കാത്തിരുന്ന ജനങ്ങൾ. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ, അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ പോയി നിരത്തി പിടിച്ച് കുത്തിക്കുക. അതായത് കഴിഞ്ഞ 5 കൊല്ലമായി ജനങ്ങൾ ഇദ്ദേഹത്തെ ഇറക്കാനിരിക്കുക. അതെ, കാരണം ആദ്യത്തെ അവസരം കൊടുത്തു, പക്ഷെ അവസരം കൊടുത്തു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി അബദ്ധമായി പോയി ഇയാൾക്ക്. കാരണം ഇയാളെ മന്ത്രിമാരെ തെരഞ്ഞെടുത്ത് അടക്കം എല്ലാ അഹങ്കാരങ്ങളും വന്നതോടുകൂടി ഇദ്ദേഹത്തിനോട് ജനത്തിന് താല്പര്യം പോയിരുന്നു. അപ്പം ഇതിന്റെ ഒരു ആവർത്തനമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഒന്നുകൂടെ സംഭവിച്ചു എന്താണെന്നറിയാം, ഈ പിണറായി വിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഇവര് സൈബർ ടീമിനെ പ്രത്യേകം കാശ് കൊടുത്തിരുത്തി ഇയാളുടെ സ്തുതി പാടാനും ഇയാളാണ് യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് വരുത്താനും. അത് ക്ഷീണമായി. കാരണം ആ സൈബർ ടീമുകൾ തന്നെ പിണറായി വിജയനെ അങ്ങ് വാഴ്ത്താൻ തുടങ്ങി. പിണറായി വിജയനെ വാഴ്ത്തി പിണറായി വാഴ്ത്തുകൾ മാത്രമേ, ഇത് ജനങ്ങളിൽ അങ്ങ് വിരോധം. എവിടെ ചെന്നാലും ഇയാളുടെ മോന്ത, ഈ മോന്ത, അതെ, ബോഡി ശ്രീനിവാസ സിനിമ എന്റെ തല, പിന്നെ വാഴ്ത്തുപാട്ടുകൾ, ഇന്ന് ഈ ലോകം വിളങ്ങിയിടും കാരണഭൂതൻ, എന്തൊക്കെ, പിന്നെ ജൈവ ബുദ്ധിജീവി, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് പര്യായപദങ്ങൾ. ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ പഠിച്ച ഒരു ബാച്ചിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരാൾ ഇതിനെക്കുറിച്ച് ഇന്നലെ തർക്കം ഉണ്ടായപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരാളുടെ, ഞാൻ ധാർഷ്ട്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളുടെ ഐഡന്റിറ്റി നിലനിർത്തി എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി നിലനിർത്തിയാൽ കുഴപ്പമില്ല, പക്ഷെ ആ ഐഡന്റിറ്റി ഉള്ള ആൾ തന്നെ അയാൾ വലിയ പുണ്യാളാകാൻ ശ്രമിച്ചു. അതെ, അവിടെയാണ് അയാളുടെ മുഖം മിനുക്കാൻ ശ്രമിച്ചു. അത് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് ഒറ്റ ചോദ്യത്തോടെ ഒലിച്ചു പോയി. അല്ല, അപ്പോഴും നമ്മൾ പറയാം, ഈ പുട്ടി ഇവരെ അടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ വ്യാജ നറേറ്റീവ് സൈബർ ടീമിനെ വെച്ച് കൊടുത്തതല്ലാതെ പിണറായിയുടെ ഗ്രാഫൊന്നും ഉയർന്നിട്ടില്ല. അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായിട്ടുമില്ല. ഇദ്ദേഹത്തെ ഇയാളുടെ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമല്ലല്ലോ. അതെ, അല്ല, എന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു ലോക്കൽ സെക്രട്ടറി വിളിച്ചു. ആലപ്പുഴ ജില്ലയിലെ, സ്ഥലപ്പേര് പറഞ്ഞില്ല, അയാൾ അവിടെ ജീവിച്ചു പോകുന്നത്. ലോക്കൽ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ, പക്ഷെ ഞങ്ങൾ നിശബ്ദമായ സുധാകരൻ സഖാവിന്റെ കൂടാന്ന് പറഞ്ഞു. ഏതെല്ലാം തരത്തിൽ സുധാകരൻ സഖാവിനെ സഹായിക്കാൻ പറ്റുമോ, ഞങ്ങൾ കുറേ പേര് തീരുമാനിച്ചിരിക്കുകയാണ്, കുട്ടനാടും അമ്പലപ്പുഴയും കായംകുളവും, ഈ 3 പാർട്ടി തോക്കണം. ഈ 3 പാർട്ടി തോറ്റാൽ മാത്രമേ പാർട്ടി നന്നാവൂ. ആലപ്പുഴ ഒക്കെ ഉറപ്പായിട്ട് തോക്കും. പാർട്ടി തോക്കുന്നേ മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ഒരു വനിതാ സുഹൃത്താണ്, അവരെന്നോട് പറഞ്ഞാണ്, ഞങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യും. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിന് 4 പേര് അവരുടെ വീട്ടിൽ, ഒരാൾ BJPക്കും 3 പേര് കോൺഗ്രസിനും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഈ CPM താഴെ പോകും, LDF താഴെ പോകും. അല്ല, എന്നോട് ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട് കേട്ടോ. എന്നോടൊരു തിരുവനന്തപുരത്തുള്ള ഒരു BJP-കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്ര മുരളീധരനാണ് വോട്ട് ചെയ്യും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ BJP വോട്ട് കഴിഞ്ഞ്, അല്ല, എനിക്ക് പിണറായിയോട് ഉള്ള വിരോധം ഉള്ളതുകൊണ്ട് ജയസാധ്യത മുരളീധരനാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ മുരളീധരൻ വോട്ട് ചെയ്തു. അതാണ് പിണറായി വിരോധമാണ്. ഞാൻ നേരത്തെ നമ്മൾ ചർച്ച പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ വോട്ട് ചെയ്തിരിക്കണം, പിണറായിക്കെതിരെ പോയി നമ്മൾ ചെയ്ത്, കാരണം നമുക്കല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം പിണറായിസം ഇനി ഇവിടെ വേണ്ട. നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. ഈ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടെന്നൊക്കെ നമ്മൾ സമ്മതിക്കണം. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരാവണം മുഖ്യമന്ത്രി, ആരായിരിക്കണം എന്ന് സത്യത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത സീനിയോറിറ്റി പ്രകാരം രമേശ് ചെന്നിത്തലയ്ക്കാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ പിണറായിയുടെ ഭരണം കാരണം മുടിഞ്ഞിരിക്കുന്ന ഈ ഒരു കേരളത്തിൽ VD സതീശനെ പോലെ ഒരാൾ വന്ന് പിണറായി ചെയ്ത് കൂട്ടിയതിനെല്ലാം പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹമാണ് ഇത് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം, സ്ഥാനാർത്ഥി പട്ടികയുടെ അടിയിൽ ഒപ്പിട്ടിരുന്നത് അദ്ദേഹമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന നിങ്ങൾ പറയുന്നത് ആയിക്കൂടായില്ലല്ലോ. ഈ ഞാൻ ഇതിനെ കാണുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ ആരെ തെരഞ്ഞെടുക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞാനിപ്പോൾ ലീഗിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു നമ്മളതിനകത്ത് ഇടപെടുന്നില്ലെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഇപ്പം ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ചോദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ആരായിരിക്കണം UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കണം മുഖ്യമന്ത്രിയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ചോദ്യാവലി മറുനാടൻ മലയാളിയിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ 50,000 പേര് കണ്ടു, 50,000 പേര് വോട്ട് ചെയ്തു, പ്രതികരിച്ചു. 50,000 വോട്ട് ചെയ്തു. 50,000 പേര് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ടാണ് 50,000 പേര് വോട്ട് ചെയ്തത്. അപ്പൊ 3 ഓപ്ഷൻസാണ് കൊടുത്തത്. ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഇതിൽ 65% പേർ
വി.ഡി. സതീശനെന്നും 28% പേർ രമേശ് ചെന്നിത്തലയെന്നും 7% പേർ കെ.സി. വേണുഗോപാൽ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജനങ്ങളുടെ ഒരു പൾസ് വി.ഡി. സതീശന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് മെയിൻ കാരണം. ഒന്ന്, വി.ഡിയോട് എന്തെല്ലാം കുഴപ്പമാണ്, വി.ഡിയുടെ ഒരു നിശ്ചയദാർഢ്യത്തോട് ജനത്തെ വലിയ ഇഷ്ടമാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കാരണം രമേശ് ചെന്നിത്തല ഒരാൾ വന്നാൽ പുള്ളി ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വെച്ച് പുള്ളിയുടെ ഒരു തഴക്കം ചെന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ വലിയ പ്രതികാര മനോഭാവമൊന്നുമില്ല. അവർ അഴവഴമൻ രീതിയിൽ പുള്ളി അങ്ങ് പോകത്തേ. പക്ഷെ വി.ഡി അങ്ങനെയല്ല, വി.ഡിയാണ് വരേണ്ടത്. അപ്പോഴും ചോദ്യം, വി.ഡിക്കാണ് ജനങ്ങൾക്ക് താല്പര്യം. പക്ഷെ അപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഇല്ല. അപ്പോൾ ഈ മുന്നണി താല്പര്യം മുഴുവൻ സംരക്ഷിക്കണം. വി.ഡി ആ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുമോ? വി.ഡിയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, ഉദാഹരണത്തിന് എന്നൊരു കാര്യം ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം തർക്കം വരുമെന്ന് വെച്ചോ, തർക്കം വരുമ്പോൾ നമുക്ക് ടേം വ്യവസ്ഥ വെക്കാതെ, ചെന്നിത്തല സീനിയർ ആയതുകൊണ്ട് ആദ്യം 2.5 കൊല്ലം ആയിക്കോട്ടെ, പിന്നെ 2.5 കൊല്ലം പുള്ളി അതിനും വഴങ്ങത്തില്ല. പുള്ളി പറയാൻ കാര്യം ചെയ്തു, മൊത്തം ചെന്നിത്തല ആയിക്കോട്ടെ എന്ന് പറയും. ഇതാണ് വി.ഡിയുടെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ഒരൊറ്റ ചോദ്യം ബാക്കിയാവുന്നത്, വി.ഡി ആവുന്നത് നല്ലതാണ്. വിഷനുണ്ട് അദ്ദേഹത്തിന്, വളരെ കൃത്യ വിഷൻ. പക്ഷെ എപ്പോഴും ചോദ്യമാവുന്നത് ഈ മുന്നണി സംവിധാനത്തെ അദ്ദേഹത്തിന് കൂട്ടിയോജിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അത് മുസ്ലിം ലീഗിന്റെ കൂടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, അതായത് ഈ മുസ്ലിം ലീഗ് എന്ത് വന്നാലും കച്ചവട താല്പര്യം ഉണ്ടാവും. നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് ഈ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ, ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 10 കൊല്ലം നഷ്ടപ്പെട്ട അവസരമുണ്ട്, എല്ലാം കൂടെ വരണ്ടേ അവസരമുണ്ട്. അപ്പൊ ആ സമുദായത്തിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ താല്പര്യം അവരുടെ സാമ്പത്തിക താല്പര്യം. അപ്പം മുസ്ലിം ലീഗിന്റെ സാമ്പത്തിക താല്പര്യം അതേപടി അംഗീകരിക്കാൻ വി.ഡിക്ക് പറ്റിയെന്ന് വരത്തില്ല. ഇല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണ വി.ഡിക്ക് ആവാൻ സാധ്യതയില്ല. ജനപിന്തുണ വി.ഡിക്കാണെങ്കിലും അപ്പൊ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം സീനിയറാണ്. അദ്ദേഹം ഇരിക്കാത്ത പദവികളില്ല. ചെറിയ പ്രായത്തിൽ AICC വർക്കിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായിട്ടുണ്ട്, എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. അദ്ദേഹത്തിനാണ് കുറച്ചുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു. രാഷ്ട്രീയ പക്വത പുള്ളിക്കാണ് കൂടുതൽ. മാത്രമല്ല സമുദായ നേതാക്കൾക്കൊക്കെ അദ്ദേഹത്തോടെ പിന്തുണ, എല്ലാവർക്കും അദ്ദേഹത്തോടെ താല്പര്യം. അപ്പം ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സാധ്യത തെളിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. കൂടുതൽ അദ്ദേഹത്തിന് തെളിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹം വി.ഡിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വികാരം കൊണ്ടുവന്നത്. അപ്പോൾ വി.ഡിയെ മാറ്റുന്നത് ശരിയാണോ എന്ന് ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വി.ഡിയെ അവർ ആഗ്രഹിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഈ പിന്തുണ 67% പേരുടെ പിന്തുണ വരുന്നത്. പിന്നെ നമ്മൾ നടത്തിയ സർവേയില് പിന്നെ വി.ഡിക്കാ പിന്തുണ ഏറ്റവും കൂടുതൽ. പിണറായിയെ വെച്ച് നോക്കുമ്പോൾ പിണറായിയൊക്കെ 23% കണ്ടേ ഉള്ളൂ. വി.ഡിയാണ് ഏറ്റവും മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ജനപിന്തുണയുണ്ട്. അദ്ദേഹമാണ് മുമ്പിൽ നിന്ന് നിർത്തിയത്, അങ്ങനെ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്തത്. അപ്പം അത്തരം സാഹചര്യത്തിൽ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്ന ഉചിതമാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ വലിയ ഒരു സംഭവമായിരിക്കും കെ.സി. വന്നാൽ. കാരണം കെ.സി. ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയിൽ ഉയർന്ന പദവിയിലിരിക്കുന്നത്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്, സൈനിങ് അതോറിറ്റി, അതാണ് ഹൈക്കമാൻഡ്. അപ്പോൾ അദ്ദേഹം വരാൻ തീരുമാനിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ വളരെ നിരാശയാവും. അദ്ദേഹത്തിന് മോശക്കാരനാണെന്ന് എനിക്കറിയില്ല. കെ.സി. ഒരുപക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട ഇവര് മണ്ണും ചരിയുന്നോ. അത് മാത്രമല്ല, ജനങ്ങൾ കെ.സി. കാരണം നമ്മൾ സർവേ ഇട്ടപ്പോൾ 7% വരെ പിന്തുണയുള്ളൂ. കെ.സിക്ക് പിന്തുണയില്ല, ജനപിന്തുണയില്ല. കാരണം കെ.സി. വളരെ കാലമായിട്ട് ഇവിടെ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. അത് മാത്രമല്ല, അവിടെ AICCയുടെ ചുമതല ഏറ്റെടുക്കാൻ ഒരു സംസ്ഥാനത്തു നിന്നും ഒരാളും വരാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പം കൊണ്ട് മാത്രം പോയി ഏറ്റെടുത്തു. അല്ലാതെ അതൊന്നുമല്ല. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കമ്മിറ്റി വരിക. വർക്കിംഗ് കമ്മിറ്റിയിലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചെന്നിത്തലയോട് അവർ വർക്കിംഗ് കമ്മിറ്റി എടുത്തില്ലല്ലോ. അങ്ങനില്ല. അതൊക്കെ വലിയ അംഗീകാരം തന്നെയാണ്, വലിയ ആദരവ് തന്നെയാണ്. വർക്കിംഗ് കമ്മിറ്റി അങ്ങനെ ക്ഷണിതമായിട്ട് എടുത്തു ചെന്നിത്തലയെ. ഫുൾ വർക്കിംഗ് കമ്മിറ്റി അംഗമല്ല. അപ്പം അത്രയും അതല്ല പ്രശ്നം. പ്രശ്നത്തെ രാഹുൽ ഗാന്ധിക്ക് ഞാനൊരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ച കാര്യം, ഞാൻ പറഞ്ഞു കെ.സി. അല്ലേ തീരുമാനിക്കുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്നോട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞു, കെ.സി. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി ആയിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി സമ്മതിക്കത്തില്ലെന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താ? രാഹുൽ ഗാന്ധിക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും കൃത്യമായ ധാരണ. ഇയാളില്ലെങ്കിൽ അയാൾ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എങ്ങനെ ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ പോകണം. രാഹുലിനെ കുഴപ്പത്തിൽ ചാടിച്ച കൂട്ടത്തിൽ കെ.സി. ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കെ.സിയെ ഇത്രയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലേക്ക് വിടാൻ പറ്റത്തില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടുന്ന് അനങ്ങാൻ നേരം കിട്ടത്തില്ല. അത്രയും വലിയ പ്രശ്നമുണ്ട് ഇവരെല്ലാം കൂട്ടുന്നത്. അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണെന്നാണ്. അപ്പം ഞാൻ ഈ കെ.സി. ആയിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോന്ന്, അത്യാഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുകയും ചെയ്യും. പക്ഷെ രാഹുൽ വിടുമോ എന്നുള്ളൊരു ചോദ്യം.
അപ്പൊ എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു ആര് മുഖ്യമന്ത്രിയാവും ചോദിച്ചാൽ 3 പേർക്കും സാധ്യത. നമുക്ക് താല്പര്യം സതീശൻ എന്നുള്ളതാണ്. സതീശനാണ് കൂടുതൽ. എനിക്ക് രമേശ് ചെന്നിത്തലയോടും എതിർപ്പൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തലയും നല്ല നേതാവാണ്. നമ്മൾ രമേശ് ചെന്നിത്തല അങ്ങനെ മോശമായിട്ട് കാണാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഒരു സൗമ്യനായ നേതാവാണ്. സത്യത്തിൽ അദ്ദേഹത്തിനാണ് അർഹതപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരി സതീശൻ അത്രയും ഒരു ജനകീയനല്ല ഇപ്പോൾ അല്ല. പക്ഷെ അതിനേക്കാൾ വലിയ ജനകീയനായിരുന്നു അദ്ദേഹം. വലിയ ജനകീയനായ കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആക്കാമെന്നൊക്കെ പറഞ്ഞ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തല വരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, ഓർക്കുന്നില്ല? അല്ല, അതിനുള്ള ഒരു ഇതുണ്ട്. കഴിഞ്ഞ തവണ അധികാരം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ നല്ല ഉമ്മൻചാണ്ടിക്ക് വയ്യായിരുന്നു. അന്ന് വേറൊരു ഓപ്ഷൻ ഇല്ല. അന്ന് വി ഡി സതീശന്റെ ഓപ്ഷൻ വരുന്നില്ല. പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് സതീശന്റെ രാശി തെളിയുന്നത്. അതെ, സതീശൻ അല്ലാത്തപ്പോഴും നിയമസഭയിൽ വെറും ഒരു MLA എന്നുള്ള നിലയിലും അദ്ദേഹം ഭയങ്കര എങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഉറപ്പായിട്ടും രമേശ് ചെന്നിത്തലയാണ്, വേറൊരാളില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരെ എന്നുള്ള ചോദ്യത്തിന് ആരുമാവാം. അത് വി ഡി സതീശനും ആകാം, രമേശ് ചെന്നിത്തലയും ആകാം, കെ സി വേണുഗോപാലും ആകാം. വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും ടേം വ്യവസ്ഥയിൽ പകുതി വെച്ചുമാവാം. ഇതൊന്നുമല്ല, കെ സി വേണുഗോപാലാണെങ്കിൽ ടേം വ്യവസ്ഥയൊന്നുമല്ല, വേണു മാത്രമായിരിക്കും. ഇതൊക്കെ ആവാം. പിന്നെ ഇതിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ടത് ലീഗാണ്. ലീഗ് ഞങ്ങൾക്ക് ഇന്നയാളെ മതി എന്ന് പറഞ്ഞാൽ അവരെടുക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്ന് തെരഞ്ഞെടുപ്പിന് ഫലം വന്നാലും നിർഭാഗ്യവശാൽ അവർ പ്രഖ്യാപിക്കുന്നത് വരെ നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യമില്ല എന്ന ഒരു സാഹചര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.